ഗുഡ് ഈവനിങ് ഓൾ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് പേഷ്യൻ്റ് റൈറ്റ് ടു സേഫ് കെയർ. എന്തായിരിക്കും? രോഗിയുടെ സുരക്ഷാ പരിചരണത്തിൻ്റെ അവകാശത്തെ പറ്റിയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. എന്താ നോക്കാം. എവറി പേഷ്യൻ്റ് ഹാസ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ് ടു റിസീവ് മെഡിക്കൽ ഇവാലുവേഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഇൻ എ സേഫ്, ക്ലീൻ ആൻഡ് സെക്യൂർ എൻവയോൺമെൻറ്റ് ഫ്രീ ഫ്രം അവോയ്ഡബിൾ ഹാം, മെഡിക്കൽ ഇറേഴ്സ് ആൻഡ് നെഗ്ലിജൻസ്. ഓരോ രോഗിയുടെയും മൗലിക അവകാശമാണ് അല്ലേ സുരക്ഷിതമായിട്ടുള്ളൊരു അന്തരീക്ഷം ഒരുക്കി കൊടുക്കുക എന്നതും. നമ്മുടെ വൈദ്യപരിശോധന ആയിക്കോട്ടെ, ചികിത്സകളായിക്കോട്ടെ, അതൊക്കെ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുകയും മെഡിക്കൽ പരമായിട്ടുള്ള എന്തെങ്കിലും പിഴവുകളോ അനാസ്ഥകളോ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടെങ്കിൽ അതിൽ നിന്നും അവരെ മുക്തരാക്കുക എന്ന് പറയുന്നതൊക്കെയാണ് ഈ പറയുന്ന അവകാശങ്ങൾ, രോഗികളുടെ അവകാശങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് കോർ എലമെൻറ്റ്സ് എന്താണെന്ന് നോക്കാം. കോർ എലമെൻറ്റ്സ് ഓഫ് സേഫ് കെയർ. എവിഡൻസ് ബേസ്ഡ് ട്രീറ്റ്മെൻറ്റ്. ഫസ്റ്റ് പറയുന്നത് എവിഡൻസ് ബേസ്ഡ് ട്രീറ്റ്മെൻ്റ് ആണ്. എന്തായിരിക്കും? മെഡിക്കൽ ഇൻ്റർവെൻഷൻസ് ആൻഡ് പ്രോട്ടോകോൾ മസ്റ്റ് അലൈൻ വിത്ത് കറൻറ്റ് സയൻറ്റിഫിക് നോളജ് ആൻഡ് ക്ലിനിക്കൽ ഗൈഡ് ലൈൻസ് ടു മിനിമൈസ് റിസ്ക്. എന്തായിരിക്കും? ഓരോ രോഗികൾക്ക് നൽകുന്ന ചികിത്സകളായിക്കോട്ടെ, മരുന്നുകളായിക്കോട്ടെ, അതൊക്കെ തെളിയിക്കപ്പെട്ട അല്ലെങ്കിൽ എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്നതാണ് എവിഡൻസ് ബേസ്ഡ് ട്രീറ്റ്മെൻറ്റിൽ പറയുന്നത്. അതായത് രോഗിക്ക് നൽകുന്ന ചികിത്സകളായിക്കോട്ടെ, മരുന്നുകളായിക്കോട്ടെ, ഇതൊക്കെ തെളിയിക്കപ്പെട്ട എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അപ്പോൾ അപകട സാധ്യത കുറയുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? മെഡിക്കൽ പരമായിട്ടുള്ള പ്രോട്ടോകോളുകൾ നമ്മൾ സ്വീകരിക്കുക അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങൾ എന്നതാണ് എവിഡൻസ് ബേസ്ഡ് ട്രീറ്റ്മെൻറ്റിൽ പറയുന്നത്. അതായത് തെളിവ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ചികിത്സ. ഓക്കെ, സെക്കൻഡ് പറയുന്നത് എന്താ? സേഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ. ആക്സസ് ടു സാനിറ്റൈസ്ഡ് ഫെസിലിറ്റീസ്, പ്രോപ്പർലി സ്റ്റെറിലൈസ്ഡ് എക്യുപ്മെൻറ്റ് ആൻഡ് സ്ട്രിക്റ്റ് അഡിയറൻസ് ടു ഹൈജീൻ പ്രോട്ടോകോൾ. വേറെ ഒന്നുമില്ല, സുരക്ഷിതമായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് ഒരുക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഈ പറയുന്ന അണുബാധകൾ നിയന്ത്രിക്കുക. അണുബാധ നമ്മൾ എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത്? ഇപ്പോൾ ഒരു എക്യുപ്മെൻറ്റ്സ്, നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ്, ഉപകരണങ്ങളായിക്കോട്ടെ, അത് നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റെറൈൽ ചെയ്ത് ഉപകരണങ്ങൾ ചെയ്ത് കൊടുക്കുക, സ്റ്റെറൈൽ ചെയ്ത് നമ്മൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഹൈജീൻ ഉറപ്പാക്കുക, വ്യക്തി ശുചിത്വം നമ്മൾ പാലിക്കുക, കൈകൾ വാഷ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എന്താ? മെഡിക്കേഷൻ സേഫ്റ്റി. ദ റൈറ്റ് ടു ഹാവ് ദ 5 റൈറ്റ്സ് ഓഫ് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ സ്ട്രിക്ട്ലി എൻഫോഴ്സ്ഡ് ബൈ ക്ലിനിക്കൽ സ്റ്റാഫ്. അതായത് ക്ലിനിക്കൽ സ്റ്റാഫ് ഏതൊരു വ്യക്തിയും അല്ലെങ്കിൽ ഏതൊരു സ്റ്റാഫും ഒരു രോഗിക്ക് മരുന്ന് കൊടുക്കുമ്പോൾ ഈ പറയുന്ന 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. എന്തൊക്കെയായിരിക്കും? റൈറ്റ് പേഷ്യൻ്റ്, റൈറ്റ് ഡ്രഗ്, റൈറ്റ് ഡോസ്, റൈറ്റ് റൂട്ട്, റൈറ്റ് ടൈം. ഓക്കെ, ശരിയായ രോഗിയാണോ നമ്മൾ അറിയുക, റൈറ്റ് പേഷ്യൻ്റ്, റൈറ്റ് ഡ്രഗ്, ശരിയായ മരുന്നാണോ നമ്മൾ നോക്കുക, റൈറ്റ് ഡോസ്, ശരിയായ അളവാണോ നമ്മൾ നോക്കുക, റൈറ്റ് റൂട്ടിലാണോ കൊടുക്കുന്നത് നമ്മൾ അറിഞ്ഞിരിക്കുക, റൈറ്റ് ടൈം, ശരിയായ സമയത്താണോ കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ. 5 റൈറ്റ്സ്, 5 അവകാശങ്ങൾ നമ്മൾ ഓർത്തിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്തെന്താ പറയുന്നത്? കോമ്പറ്റന്റ് ഹെൽത്ത് കെയർ വർക്ക് ഫോഴ്സ്. എന്താണ് അതിൽ പറയുന്നത്? കെയർ മസ്റ്റ് ബി ഡെലിവേർഡ് ബൈ പ്രോപ്പർലി ട്രെയിൻഡ്, ലൈസൻസ്ഡ് ആൻഡ് പ്രൊഫഷണലിസം ഹു മെയിൻറ്റെയിൻ അപ് ടു ഡേറ്റ് ക്ലിനിക്കൽ സ്കിൽസ്. അതായത് എന്തായിരിക്കും? മെഡിക്കലി ലൈസൻസിൻ്റെ അംഗീകാരമുള്ള ആരെങ്കിലും, അല്ലെങ്കിൽ മെഡിക്കൽ ലൈസൻസ് അല്ലെങ്കിൽ ശരിയായിട്ട് പരിശീലനം ലഭിച്ചവർക്ക് മാത്രമേ ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ പരിചരണം നൽകാവൂ എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്രൊട്ടക്ഷൻ ഫ്രം ഹാം ആൻഡ് അബ്യൂസ്. ഫ്രീഡം ഫ്രം ഫിസിക്കൽ ആൻഡ് വെർബൽ ഓർ ഇമോഷണൽ അബ്യൂസ്, നെഗ്ലക്റ്റ് ഓർ അൺനെസസറി ഫിസിക്കൽ ആൻഡ് കെമിക്കൽ റെസ്ട്രെയിൻസ്. അതായത് ഇപ്പോൾ പേഷ്യൻ്റ് വയലൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും തരത്തിൽ വാക്കാലെയോ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? സംരക്ഷിക്കുക. അതിൽ നിന്നും അവരെ മുക്തമാക്കാനുള്ള അവകാശത്തെ പറ്റിയാണ് പറയുന്നത്. അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ളോ അല്ലെങ്കിൽ വാക്കാലെയോ ആയിട്ടുള്ള എന്തെങ്കിലും പ്രവൃത്തികളിൽ നിന്നും അവരെ മുക്തമാക്കാനുള്ള സ്വാതന്ത്ര്യത്തെ പറ്റിയാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് പേഷ്യൻ്റ് ഓട്ടോണമി, ഇൻഫോംഡ് കൺസെൻറ്റ്. എന്തായിരിക്കും? പേഷ്യൻ്റ് ഹാവ് ദ റൈറ്റ് ടു
receive clear, understandable information regarding their diagnosis, proposed treatment plan, potential risk and alternative options, safe care release on the patient being an active partner in their treatment decision. എന്തായിരിക്കും? രോഗനിർണയം ആയിക്കോട്ടെ, നിർദ്ദേശിക്കപ്പെട്ട ചികിത്സാ രീതികളായിക്കോട്ടെ, അല്ലെങ്കിൽ അത് മൂലം ഉണ്ടാകുന്ന അപകട സാധ്യതകളൊക്കെ എന്നിവയൊക്കെ പറ്റി മനസ്സിലാക്കി കൊടുക്കാൻ രോഗിക്ക് അവകാശമുണ്ട്. അറിയാൻ ഈ പറയുന്ന അപകട സാധ്യത ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചികിത്സാ പദ്ധതികളായിക്കോട്ടെ, അല്ലെങ്കിൽ രോഗനിർണയം എന്നിവയൊക്കെ മനസ്സിലാക്കുവാൻ രോഗിക്ക് അവകാശമുണ്ട്. അപ്പോൾ എന്തായിരിക്കും? ഈ പറയുന്ന രോഗിയുടെ കൺസെൻറ്റ്, രോഗിയുടെ സമ്മതം കൂടെ നമ്മൾ, അല്ലെങ്കിൽ രോഗിയുടെ സജീവ പങ്കാളിത്തം കൂടെ നമ്മൾ അറിയണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് എന്താ? ട്രാൻസ്പാരൻറ്റ് ഇറർ റിപ്പോർട്ടിംഗ്, ഓപ്പൺ ഡിസ്ക്ലോഷർ. എന്തായിരിക്കും? അതിൽ പറയുന്നത്, നമ്മൾ ചികിത്സാപരമായിട്ട് എന്തെങ്കിലും പിഴവുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്രത്യക്ഷമായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മളുടെ ഭാഗത്തു നിന്നും സത്യസന്ധമായിട്ടുള്ള ഒരു വിശദീകരണം, എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുക്കാൻ, അല്ലെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാൻ നമ്മൾ തയ്യാറാവണം എന്നതാണ് ട്രാൻസ്പാരൻറ്റ് ഇറർ റിപ്പോർട്ടിങ്ങിൽ പറയുന്നത്. അതായത് ചികിത്സാപരമായിട്ടുള്ള എന്തെങ്കിലും പിഴവുകളോ സംഭവങ്ങളോ ഉണ്ടായാൽ അത് ഉടനടി നമ്മൾ എന്ത് ചെയ്യുക? സത്യസന്ധമായിട്ടുള്ള ഒരു വിശദീകരണം നമ്മൾ കൊടുക്കാനും അത് കേൾക്കാനും ഈ പറയുന്ന രോഗിക്ക് അവകാശമുണ്ട് എന്നതാണ് പറയുന്നത്. ലാസ്റ്റ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ റെസ്പോൺസിബിലിറ്റി. എന്തായിരിക്കും? സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. എന്തൊക്കെയായിരിക്കും? മാനേജ്മെൻറ്റ് പ്രോട്ടോകോൾ ടു കണ്ടിന്യൂസ്ലി ഓഡിറ്റ്, മോണിറ്റർ ആൻഡ് എലിവേറ്റ് പേഷ്യൻ്റ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്. അതായത് രോഗിയുടെ സുരക്ഷ ആയിക്കോട്ടെ, നിലവാരം ആയിക്കോട്ടെ, ഇതൊക്കെ ഓഡിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ നിരീക്ഷിക്കാനും ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനും ഈ പറയുന്ന മാനേജ്മെൻറ്റിന് ബാധ്യസ്ഥയാണ്. അതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ റെസ്പോൺസിബിലിറ്റിയിൽ പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് പേഷ്യൻ്റ് റൈറ്റ്സിൽ ചാപ്റ്ററിൽ വരുന്നത്.